തന്നെ നെക്സ്റ്റ് ഒരു ഫോർത്ത് ടൈപ്പ് എന്ന് പറഞ്ഞത് മറ്റ് ഡിസീസുകൾ കാരണം ഉണ്ടാകുന്ന ഡാൻഡ്രഫാണ്. അതായത് ചിലപ്പോൾ സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്കാൽപ്പിൽ ഒരു സിംറ്റം കാണും, അത് ഈ ഡാൻഡ്രഫ് മാതിരിയായിരിക്കും. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, എനിക്ക് ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞിട്ട് ചികിത്സ തുടങ്ങും. പക്ഷേ ആക്ച്വലി അത് ഡാൻഡ്രഫ് ആയിരിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തോണം. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും ഇത് പോവാതെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർക്ക് തീർച്ചയായിട്ടും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടും ഇത് ഫലം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അണ്ടർലൈൻ വേറൊരു കോസ് വേണം. അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുക തന്നെ വേണം. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫംഗൽ ഗ്രോത്തിന് തന്നെ നമുക്ക് കഞ്ഞിവെള്ളവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കഞ്ഞിവെള്ളം ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. കാരണം ഇതും സ്കാൽപ്പിൻ്റെ pH റെഗുലേറ്റ് ചെയ്യും, മാത്രമല്ല ഫംഗസിനെ നശിപ്പിക്കാനും കഴിവുള്ളതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ഓയിലി സ്കിന്നോട് കൂടി നമുക്കിങ്ങനെ ഡാൻഡ്രഫായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉലുവ തലേ ദിവസം കുതിർത്തിട്ട് ഇത് അരച്ച് പാക്ക് പോലെ സ്കാൽപ്പിൽ പുരട്ടി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് പതുക്കെ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്തത് കളയാം. അപ്പോൾ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്താൽ ചിലപ്പോൾ സ്ക്രാച്ച് വീഴും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ആവും. അപ്പോൾ ഈ ഓയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും.